ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വികസന നായകൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ്. അദ്ദേഹം വരുന്നത് ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണെങ്കിലും BJP അതിനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്ന പരിപാടിയായി മാറ്റുകയാണ്. മാറാത്തത് ഇനി മാറും, കേരളം വികസിക്കും. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ മുദ്രാവാക്യവുമായാണ് BJP അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ ശ്രീ നരേന്ദ്രമോദിയെ വരവേൽക്കുന്നത്, എതിരേൽക്കുന്നത്. എന്തായാലും 2026 കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം ആവുകയാണ്. 10 വർഷം നീണ്ട ഇടതു ഭരണത്തിന് ഈ വരുന്ന തിരഞ്ഞെടുപ്പോടുകൂടി അന്ത്യം കുറിക്കുമോ? ഇവിടെ ഭരണമാറ്റം സംഭവിക്കുമോ? അങ്ങനെയെങ്കിൽ ആരായിരിക്കും ഭരണത്തിലേറുന്നത്? അത് UDF ആയിരിക്കുമോ? അതോ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് നടുവിലേക്കാണ് ശ്രീ നരേന്ദ്രമോദി കടന്നു വരുന്നത്. അദ്ദേഹം കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ മാത്രമല്ല, വലിയ പ്രതീക്ഷകളും ജനങ്ങൾ വച്ചു പുലർത്തുന്നു. കേവലം BJPക്കാർ മാത്രമല്ല, മറിച്ച് കേരളത്തിലുള്ള മലയാളികൾ, കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒക്കെ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത്. നരേന്ദ്രമോദി കടന്നു വരുമ്പോൾ കേരളത്തിന് വലിയ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുമോ? അതോ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങുമോ എന്ന് നമുക്ക് അദ്ദേഹം വന്നു പോയതിനു ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ നരേന്ദ്രമോദിയുടെ വരവിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഞാൻ ഇവിടെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന, അത് ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരാകട്ടെ, ഒരു ഹിന്ദു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് BJPക്ക് വോട്ട് ചെയ്യുന്നത്. BJPയുടെ പ്രത്യയശാസ്ത്രം തന്നെ അതാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നരേന്ദ്രമോദിയുടെ വരവിനെ കാണാൻ. അങ്ങനെ ആ ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിലവിൽ BJPക്ക് വോട്ട് കിട്ടുന്നത് കൂടുതലും നായർ സമുദായത്തിൽ നിന്നാണ്. എന്നാൽ 2019 മുതൽ അത് ദൃശ്യമായി തുടങ്ങിയെങ്കിലും ഏറ്റവും ശക്തമായത് 2024 2024 2019 മുതൽ BJPക്ക് കേരളത്തിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ OBC പട്ടികയിൽപ്പെടുന്നവരുടെ വോട്ടുകൾ കിട്ടിത്തുടങ്ങി. അത് ഈഴവ സമുദായം, ധീവര സമുദായം, വിശ്വകർമ്മ സമുദായം, അങ്ങനെ തുടങ്ങി നിരവധി സമുദായങ്ങളുടെ വോട്ട് BJPക്ക് കിട്ടിത്തുടങ്ങി. മുമ്പ് BJPക്ക് അസ്പൃശ്യത കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നവരാണ് ഈ സമുദായങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ OBC വിഭാഗങ്ങളുടെ പിന്തുണ ക്രമാനുഗതമായി BJPക്ക് വർദ്ധിച്ചു വരുന്നു. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് BJPയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുക എന്ന് മാത്രമല്ല, പല സ്ഥലത്തും BJPക്ക്, പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPക്ക് ഭരണം പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് കേവലം തിരുവനന്തപുരത്തും പാലക്കാടും തൃപ്പൂണിത്തറയിലും മാത്രമല്ല. ഇപ്പോൾ ഇതാ കൊല്ലത്ത് BJP 12 സീറ്റ് നേടിയിരിക്കുന്നു, കൊല്ലം നഗരസഭയിൽ. അതുപോലെ തന്നെ കോഴിക്കോട് നഗരസഭയിൽ 13 സീറ്റ് നേടിയിരിക്കുന്നു. എറണാകുളം കോർപ്പറേഷനിൽ 6 സീറ്റുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിലും കഴിഞ്ഞ വർഷം നേടിയതിൻ്റെ ഇരട്ടി സീറ്റുകൾ നേടി BJP മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതുപോലെ അസംഖ്യം പഞ്ചായത്തുകൾ
BJP ഇന്ന് ഭരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സംസ്ഥാന ഭരണത്തിലേക്ക് എത്തിക്കാൻ ശക്തിയുള്ളതാണോ, കഴിയുന്നതാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇത് പോരാ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു MLA പോലും ഇല്ലാതിരുന്ന ത്രിപുരയിൽ BJP ഒറ്റയടിക്ക് ഭരണം പിടിച്ചു. അത് BJPയുടെ മിടുക്കാണ്. അതുപോലെ BJPക്ക് ഒരു തരത്തിലും മേൽക്കൈ അവകാശപ്പെടാനില്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. ഇന്ന് അവിടെ മുഖ്യ പ്രതിപക്ഷം BJPയാണ്. മമതയുടെ തേരോട്ടം തടഞ്ഞ് മമതയ്ക്ക് മൂക്ക് കയറിട്ട് ബംഗാളിനെ രക്ഷിച്ചത് BJPയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്നും UPA സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നതെങ്കിൽ ബംഗാൾ ഇന്ന് ബംഗ്ലാദേശിൻ്റെ കയ്യിലിരുന്നേനെ. അത്ര കണ്ട് സ്ഥിതിഗതികൾ ഗുരുതരമായിരുന്നു ബംഗാളിൽ. BJP അവിടെ മുഖ്യ പ്രതിപക്ഷമായി വന്നതുകൊണ്ടും 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതുകൊണ്ടുമാണ് BJPക്ക് അല്ലെങ്കിൽ ബംഗാളിന് ഇത്തരത്തിൽ ഇന്ന് ഇന്ത്യയുടെ ഭാഗമായി നിലനിൽക്കാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. ഇവിടെ നരേന്ദ്രമോദിയുടെ വരവാണ് നമ്മുടെ വിഷയം. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി വരുന്നത് വെറുതെയല്ല. ഇതിനു മുമ്പ് നമുക്കറിയാം, അദ്ദേഹം പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കൊച്ചിയിൽ വന്നത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻ സഭകളുടെ മതമേലധ്യക്ഷന്മാർ അവർ ഡൽഹിയിലെത്തി നരേന്ദ്രമോദിയെ കണ്ട് ചർച്ച നടത്തി. പോപ്പിൻ്റെ ഭാരതത്തിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ അവർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിരത്തി. അതിനോടെല്ലാം അങ്ങേയറ്റം പോസിറ്റീവായി പ്രതികരിച്ച നരേന്ദ്രമോദി ഔദ്യോഗികമായി തന്നെ പോപ്പിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യും, സർക്കാർ സ്വാഗതം ചെയ്യും എന്ന് അവർക്ക് ഉറപ്പു നൽകി. പിന്നീട് നമ്മൾ കണ്ടത്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പുരോഹിത സംഘടനയായ സമസ്തയിലെ ഒരു പ്രബല വിഭാഗം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച കാഴ്ച നമ്മൾ കണ്ടു. മറ്റൊന്നുമല്ല, കാന്തപുരം ഉസ്താദ് എന്നറിയപ്പെടുന്ന സമസ്തയുടെ സുന്നി വിഭാഗത്തിൻ്റെ നേതാവായ, ആത്മീയ നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഡൽഹിയിലെത്തി നരേന്ദ്രമോദിയെ സന്ദർശിച്ചത്. 20 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ അദ്ദേഹം സമസ്തയുടെ 100ാം വാർഷികം വരുന്ന 2027 തുടക്കത്തിൽ നടക്കുന്ന ആ പരിപാടിയിൽ മലേഷ്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആണ് അതിൽ പങ്കെടുക്കുന്നത്. അതിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ക്ഷണിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ആ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ഇതെല്ലാം കേരളത്തിൽ BJPയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഒരു കാലത്ത് BJPയോട് അങ്ങേയറ്റത്തെ അസ്പൃശ്യത പുലർത്തിക്കൊണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൽപ്പിച്ച് BJPയെ അകറ്റി നിർത്തിയിരുന്ന നിരവധി സമുദായങ്ങൾ ഇന്ന് BJPക്കൊപ്പമുണ്ട്. അതാണല്ലോ 2024 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി 75,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയത്തിൻ്റെ ഏറ്റവും അടുത്തെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും നമ്മൾ BJPയുടെ തേരോട്ടം കണ്ടു. ഇതെല്ലാം BJPക്ക് കേരളീയ സമൂഹത്തിൽ കിട്ടുന്ന സ്വീകാര്യതയുടെ തെളിവാണ്. ഇതാണ് LDFനെയും UDFനെയും ഏറ്റവും വിറളി പിടിപ്പിക്കുന്നതും. അവർ വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. കാരണം മുമ്പൊക്കെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ വോട്ടാണ് BJP ചോർത്തിയെടുത്തിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റം വന്നിരിക്കുന്നു. 2 മുന്നണികളിൽ നിന്നും ഒരുപോലെ വോട്ട് ചോർത്തിയെടുക്കാൻ BJPക്ക് കഴിയുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ BJP വോട്ട് ചോർത്തിയെടുത്ത്
വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു, വിജയത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞ വിസ്മയം കേരളത്തിൽ സംഭവിക്കും. അത് BJPയുടെ വിജയമായിരിക്കും എന്നുള്ളതാണ്. BJPയെ എഴുതിത്തള്ളാൻ വരട്ടെ, ഒരു പക്ഷേ BJP തീരുമാനിക്കും കേരളം ആര് ഭരിക്കണം എന്ന്. ഏതാണ്ട് 35ഓളം മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിന് BJPക്ക് കരുത്തുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ 35 മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മണ്ഡലങ്ങളിലെല്ലാം ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ശേഷി ഇന്ന് BJPക്കുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നരേന്ദ്രമോദിയുടെ വരവിനെയും ഇതുപോലെയുള്ള പിന്നാക്ക സമുദായങ്ങളുടെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിനെയും വിലയിരുത്താൻ. എന്തായാലും BJP അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. നരേന്ദ്രമോദിയാണ് അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ. കേരളത്തിൽ മോദി തരംഗം ശക്തമാണ്. ജനം മോദിയെ വിശ്വസിച്ച് BJPക്ക് വോട്ട് ചെയ്യും, അത് തീർച്ചയാണ്. അങ്ങനെ നരേന്ദ്രമോദി കഴിഞ്ഞ 10-12 വർഷങ്ങളായി രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി തിളക്കമറ്റതാക്കാൻ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ കേരളം മണ്ണ് BJPക്ക് പാകമായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. എന്തായാലും മോദിയുടെ വരവ് വെറുതെയല്ല. മോദി 4 തവണ വന്നിട്ട് പോയപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു. തൊട്ടടുത്ത മണ്ഡലമായ ആലത്തൂരിൽ അതുപോലെ തന്നെ വലിയ ഒരു മോദിയുടെ വരവ് വലിയ തരംഗം സൃഷ്ടിച്ചു. അവിടെയും പതിവില്ലാത്ത വണ്ണം BJPക്ക് മുന്നേറ്റമുണ്ടായി. കേരളത്തിലാകമാനം BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു. ഏതാണ്ട് 20% അടുത്ത് അതെത്തി. 19.25% വോട്ട് BJPക്ക് നേടാനായി. 25% വോട്ടും ഒരു പിടി MLA-മാരെയും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം മോദിയുടെ വരവിൽ എന്തൊക്കെയാണ് BJP ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവും കേരളത്തിൻ്റെ മണ്ണിലേക്ക് പറന്നിറങ്ങുമ്പോൾ കേരളത്തിന് പ്രതീക്ഷിക്കാൻ, കേരളത്തിലെ BJPക്ക് പ്രതീക്ഷിക്കാൻ ഒട്ടേറെ വക അതിൽ അടക്കം ചെയ്തു വച്ചിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം.